ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നടു നെഞ്ചത്താണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരവസ്ഥ പറയുന്നത്. ഈ ഒരു അടുക്കളയത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൊടുവാ ഞാനിതാ സുബ്രഹ്മണ്യൻ. അപ്പോൾ ഇന്ന് ഇതാ രാവിലത്തെ നേരത്തെ കാലത്ത് പണികളൊക്കെ ഒരുങ്ങി ഒരു പണിയില്ലാതെ കുത്തിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണ്ട കേട്ടോ. ഒരുപാട് പണിക്കാണ് ഇനി നമ്മൾ പോണത്. അപ്പോൾ നമ്മളിതാ വീട്ടമ്മമാരെ കൂടുതലായിട്ട് ഇതാ മക്കളെ കാണണേ, നമ്മളെ ഉദ്യാപ്പാളിനെ കാണണേക്കാട്ടിലും കൂടുതലായിട്ട് നമ്മളെവിടെയാണ് ചിലവഴിക്കുക അല്ലേ? അടുക്കളയിൽ തന്നെയാണല്ലോ അല്ലേ ചിലവഴിക്കൽ. ഓലെയാണ് ഗ്ലാസ്സിനും പാത്രം മുളകും മഞ്ഞളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അല്ലേ. അപ്പോൾ അതാകണം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യം വേറെ ഒന്നും അല്ല, ഇതാ ക്ലീനിങ് കേട്ടോ, നല്ല കട്ട ക്ലീനിങ്ങിൽ ഇറങ്ങി കണ്ടെന്ന്. അപ്പോൾ അത് നീന്തലിന് നമ്മളെ സബ് ജില്ലയിൽ നിന്ന് ഉണ്ണിമോക്ക് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ അപ്പോൾ നമ്മളത് കാണിച്ചു തരാമെന്ന് ഭയങ്കര മോശമല്ലേ. അപ്പോൾ നമ്മളത് ഇതാ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് കിട്ടിയതായിട്ട് ഈ ഒരു മൊമെൻറ്റ്. അങ്ങനെ അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞിട്ട് നമ്മളിതാക്കണ് വേഗം നീട്ടി വലിച്ചങ്ങോട്ട് നടക്കുക അടുക്കളയൊക്കെ കേട്ടോ. അതിൻ്റെ മുന്നേ ഇതാക്കണ ഈ അകത്തത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എടുക്കാൻ പോണ പണിക്ക് ഇറങ്ങണേൻ്റെ മുന്നേ എല്ലാ പണികളും ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മണ്ടി കൂടി വരാനാവില്ല. അതുകൊണ്ട് തന്നെ ഇതാക്കണം ഇന്ന് കുളിയും ദേവാരം ഒന്നും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. നേരെ നോക്കുകയാണെങ്കിൽ ഇത് 9:30-10 മണിയായി തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ അതാ വേഗം ഒരു പണിക്ക് ഇറങ്ങട്ടെ വിചാരിച്ച് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞേരാണ് ഈ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ ചോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒന്ന് ഒരു ഇത്തിരി അരി ഇതാ കുക്കറിലിട്ടാണ് കൂക്കിച്ചാണ്ട് ഓക്ക് കൊടുത്ത അയച്ചൊക്കെയാണ്. അപ്പോൾ പാത്രം കഴുകാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒക്കെ റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ എന്താ ഇവിടെ പണിയില്ലേ എന്ന് കാര്യം നിങ്ങൾ ചിന്തിക്കണല്ലേ, നമുക്ക് എന്താ പണി ഇല്ലാത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പണി കേട്ടോ. ഇവിടെ കുറേ ദിവസമായി ഇതാക്കണം ഇതൊന്ന് തട്ടിക്കോട്ടി അടിച്ചു വരണം എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. ആ ഒരു അടിച്ചു വരലും തട്ടിക്കോട്ടിലും ഇങ്ങോട്ട് ആലോചിക്കുമ്പോത്തിന് ഇത് നമ്മളെ കേരള ലോട്ടറീൻ്റെ പേർക്ക് നാളെ നീളയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് അങ്ങനെ മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് വേഗം ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഏതായാലും തിരുമ്പലും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, പുഴയ്ക്ക് പോയിട്ടില്ല. നീക്കാൻ ഇത്തിരി ഇങ്ങോട്ട് നേരം വൈകി. ആ ഒരു സമയം ഇങ്ങോട്ട് തെറ്റിയ ചിലപ്പം പുഴയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത് ഭയങ്കര വെയിൽ വയ്ക്കാറ്, അതിനോട് തന്നെ ഇവിടുന്ന് കുളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് കുളിക്കുമ്പോൾ എന്തെങ്കിലും അല്ലറ ചില്ലറ പണികൾ നമ്മൾ എടുക്കാതെ കുളിക്കൂലല്ലോ. അപ്പോൾ ഇതാക്കണം ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാട്ടോ വിചാരിച്ച്. കുറേ ദിവസമായിരുന്നു, കുറേ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആയി തോന്നുന്നു ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് വല്ലാതെ സാധനങ്ങളൊന്നുമില്ല. ഇടയ്ക്കും തടക്കും ഇങ്ങനെ എടുത്ത് മാറ്റിനോണ്ട് തന്നെ വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല ചൂലുകൊണ്ട് അടിച്ചു വാരിയാൽ ഇവിടെ അകപ്പാടുണ്ട് കേട് ചൂലുണ്ട് കേടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയി ഈർക്കിളി ചൂലെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ ഉള്ളിലൊന്നും ഷീറ്റും കാര്യങ്ങളും ഇടാത്തതുകൊണ്ട് തന്നെ ഈർക്കിളി ചൂലാണ് നല്ലത്. അപ്പോൾ അതിനോട് എടുത്തുകൊണ്ടിരുന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിങ്ങനെ നീക്കിക്കൊണ്ട് നിൽക്കണം. ഒന്നാമത് ഭയങ്കര പൊടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, നല്ല പൊടിയുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതിൽ കുറേ കന്നാസ് ഉണ്ട്. ഇതൊക്കെ ഒന്നും വേണ്ടാത്ത സാധനങ്ങളാണ്, കന്നാസിന് മൂടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എടുത്തച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണതാണല്ലോ. പൊടി പാറിയിട്ട് ഭയങ്കര പൊടിയാണ്. ചോറും കൂട്ടാനൊന്നും വെക്കാത്ത വലിയ ഭാഗ്യമുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 2 കന്നാസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആ ഒരു തേങ്ങ ആട്ടി വെളിച്ചെണ്ണ കൊണ്ടുവരുന്ന ആ ഇതിൽ വാങ്ങിയതാണ്. അപ്പോൾ അതിന് മൂടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ എടുത്ത് വെച്ചിക്കണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ അല്ലേ. കുറേ സാധനം പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ അതിന് കളയാൻ തോന്നൂല കേട്ടോ. അപ്പോൾ അതാ ഈ കോഴിക്കളി വാതിൽ തുറന്നിട്ടിട്ട് മണ്ടി കൂടി വന്നപ്പം ഒന്ന് കാണിച്ചു തന്നാണ് കോഴിക്കുട്ടീനെ. അപ്പോൾ 3 കോഴിക്കുട്ടികളില്ലേന്ന് ഇതാകും 2 കോഴിക്കുട്ടികളായിട്ട് കുറഞ്ഞേക്കണം കേട്ടോ. അല്ല അതിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഈ ഒരു 3-4 കോഴിക്കുട്ടികളുണ്ടാകുമ്പോൾ ഒന്ന് ഇതൊക്കെ ആകക്കും പൂച്ചക്കും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കൊടുത്തതാണ് കേട്ടോ ഞാൻ. അല്ല പോലും കൊണ്ടുപോയതൊന്നും അല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളിന്നും പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതാ ഈ ഒരു വലിയ ചെമ്പട്ടിയിലാണ് നമ്മൾ പച്ചരി ഇട്ടിക്കുന്നത് കേട്ടോ. കുറച്ച് തോനെ പച്ചരി തന്നെ ഉണ്ട്. ആ ഒരു ചെമ്പട്ടിയിലാണ് ഇട്ടിക്കണത്. ആ അമ്മ വാങ്ങി തന്ന ചെമ്പാണ് കേട്ടോ. വലിയ ചെമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വാങ്ങി തന്നതാണ്. പിന്നെ അതാ ഈ ബിരിയാണി ചെമ്പിൽ നമ്മൾ പൊതുവേ ബിരിയാണി വെക്കലില്ല, അതിനോട് ഞാൻ അതിൽ മട്ടരിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് ഒന്ന് തട്ടിക്കൊട്ടിയതാക്കണം. അതിൻ്റെ ചോട്ടിലൊരു പേപ്പറൊക്കെ വിരിച്ചാണ്ട് അതിൻ്റെ മേലെയാണ് വെച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം വല്ലാതെ ഓട്ടാട്ടോ. അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണല്ലോ, അപ്പോൾ വേഗം അടിയൊക്കെ ഓട്ടാകണമെന്ന് പേടിച്ചിട്ട് ഞാൻ ചാക്കും പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കല്. അല്ലെങ്കിൽ ആ കേട് വന്നാൽ പിന്നെ അജാതി ഒന്നും വാങ്ങാൻ നമുക്ക് കഴിയൂല കേട്ടോ. പിന്നെ ഇതാക്കണം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേരാം. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇതാക്കണ ഒരു കൊല ഉണ്ടായിരുന്നു, അതൊന്ന് ചാക്കിൽ കെട്ടി വെച്ചതാണ്. പിന്നെ നമ്മളതെല്ലാം വായി കുറച്ച് മണ്ണെണ്ണ ഇട്ട് കേട്ടോ. ഏതായാലും ആ മണ്ണെണ്ണ തീരാനായിക്കണ്, ഗ്യാസും കഴിഞ്ഞു മണ്ണെണ്ണയും തീരാനായിക്കണം. ഒക്കെ ഒരു ഉസാറായിക്കണല്ലോ പരിപാടി. ഇപ്പം പൊടി പറഞ്ഞ കണ്ടില്ല, ഇപ്പം തുമ്മൽ തുടങ്ങിയിട്ടില്ല. ഞാൻ പൊടി ഭയങ്കര അലർജി ഇല്ല ആളാണ്, പക്ഷെ ഇതൊന്നും എടുക്കാതെ കഴിയൂലല്ലോ. അപ്പോൾ ഇതാക്കണം അവിടെയൊക്കെ നിന്ന് അടിച്ചു വരി നല്ല പോലെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മണ്ണൊക്കെ ഉണ്ടാകാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതാക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് കത്തിയും കടാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക കേട്ടോ.
പിന്നെ ഇതാക്കണം ഇതാണ് ഇട്ടുള്ളത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഓരോ മാസത്തിലും അല്ലല്ലോ അല്ലേ മണ്ണെണ്ണ, എപ്പോഴെങ്കിലും അല്ലേ മണ്ണെണ്ണ കിട്ടലുള്ളൂ. അപ്പോൾ മണ്ണെണ്ണ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി വാങ്ങിയാണ്ട്, റേഷൻ കടയിൽ നിന്ന് തന്നെ ഒരു കുപ്പി വാങ്ങിയാണ്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുപ്പി അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരുപാട് കുപ്പി വെക്കണം കേട്ടോ. അപ്പോൾ അതാക്കണം അതൊന്നും കളയണില്ല. ഇവിടെ നിന്നിട്ട് കുപ്പി അങ്ങനെ കൊണ്ടുപോകില്ല. അവിടെ എത്തുമ്പോഴാണല്ലോ നമുക്ക് മണ്ണെണ്ണ ഉണ്ട് എന്ന് അറിയാം. അപ്പം മാസം നമുക്ക് മണ്ണെണ്ണ അല്ലല്ലോ, എപ്പോഴേ ഏതെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോഴാണ് നമുക്ക് മണ്ണെണ്ണ ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനായിട്ട് വല്ലാതെ കച്ചറായി കിടക്കണമൊന്നുമില്ല. എന്നാലും ഇടക്കും നൽക്കൊന്നും വൃത്തിയാക്കണത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം വൃത്തിയാക്കി ഉസാറാക്കി അതിൻ്റെ ഇട്ടു. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടിയുള്ളത്. അപ്പോൾ നമ്മൾ അടുക്കള പറയുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പാണ് ഇട്ടുള്ളത്. അപ്പോൾ അതാക്കണം അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ക്ലീനാക്കി. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണുള്ളത്. ഈ ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. അവസ്ഥ ഇപ്പോൾ വേറെ ഒന്നല്ല, ഇത് വില കൊണ്ടില്ല വല്ലാത്തൊരു ശല്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസിൻ്റെ കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തിപ്പൊളിച്ച് വെച്ചതാണ്. നമ്മൾ ഈ ഒരു അടുപ്പ് ഉണ്ടാക്കണ ആ ഒരു അടുക്കള ഉണ്ടാക്കണ ആ സീസണിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ചിന്താഗതിയേ ഇല്ലേന്ന് കേട്ടോ. പിന്നെയാണ് ഗ്യാസ് ഒക്കെ വാങ്ങിയത്. അപ്പോൾ അതാക്കുന്ന നമ്മൾ കുത്തിപ്പൊട്ടിച്ച് ഉണ്ടാക്കിയാണ്ടാവും. നമ്മൾ ഇതാക്കുന്ന പരിക്കനിട്ടതാണ് ഈ ഒരു ഭാഗം. ആദ്യം നമ്മൾ കത്തിയോണ്ടൊക്കെ കൊടാലിയോണ്ടൊക്കെ വെട്ടി നുറുക്കി അപ്പോൾ ഗ്യാസിൻ്റെ കുറ്റി കയറ്റാൻ ഭാഗത്തിനുള്ള ഒരു ഹോളൊക്കെ ഉണ്ടാക്കി വെച്ചേന്ന്. അപ്പോൾ എന്താട്ടി ആ ഹോൾ കൂടിയാണ് ഇപ്പോൾ പെരിച്ചായാളെ സുഖവാസം കേട്ടോ. ഓല് ഇപ്പോൾ ടൂർ നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ പരിക്കനിട്ട ഭാഗത്തൊക്കെ ഓല് ഇങ്ങനെ മാന്തി ഏതായാലും പരിക്കന് ഒരു വിധമൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. ഓല മുന്നിൽ ഇത് പരിക്കനിട്ടിട്ടും കാര്യമില്ല, കാവിയിട്ടിട്ടും കാര്യമില്ല, ടൈലിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഓല് മാതാൻ വിചാരിച്ച എവിടെയാണെങ്കിലും ഒരു മാന്തി കറച്ചിട്ടാ പോകുള്ളൂ. പിന്നെ നമ്മൾ ഇതാക്കണ മണ്ണ് വാരാൻ തന്നെയുള്ളൂ കേട്ടോ നേരം ഉണ്ടാകുക. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതിനൊരു JCB കോരി വെച്ചായിരിക്കാണ് മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പുറത്തുനിന്നില്ല ഒരു വഴിയാണ് ഇവിടെ വരെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസനഗുടി വഴി ഊട്ടിയിലെത്താമെന്ന് പറഞ്ഞവർക്ക് പുറത്തുനിന്നാണ്ട് കുഴി കുഴിച്ചിട്ട് നമ്മൾ അകത്ത് വന്നിട്ടാണ്ട് ചേക്കാറിലാണ് ഓല്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു പെരിച്ചായിൻ്റെ ശല്യം ഇതാക്കണം വൻ രൂക്ഷമായപ്പോൾ നമ്മളെ മൂപ്പര് എവിടുന്നോ കണിയൊക്കെ കൊണ്ടുവന്നാണ്ട് ഒരു 3-4 പിടിച്ചാണ്ട് ആയിക്കൂടാണ് കൊണ്ടുപോയിട്ട് കേട്ടോ. അതിന് കൊല്ലണത് ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമാണ്. അപ്പോൾ എന്താട്ടും പുഴൻ്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് അവിടെയാണ് തുറന്നു വിടല കേട്ടോ. ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടലാണ്. അല്ലാതെ കൊല്ലൊന്നുമില്ല കേട്ടോ. അല്ലാതെ കൊല്ലൊന്നുമില്ല. മൃഗങ്ങൾ ജന്തുക്കളൊക്കെ കൊല്ലണം അതിന് ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പം അതൊരു നന്മമാരായതുകൊണ്ട് ഞാനാണ് കുടുങ്ങി എറണാമല്ല. ഇനി പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടോ ആർക്കറിയാം. കാരണം ഓലെ കൂട്ടവും കുടുംബം ബാക്കിയും കുട്ടികളും മക്കളും ഒക്കെ ഇവിടെ തന്നെ. കാരണം ചിലപ്പോൾ ഓല ആ ഒരു വഴി നോക്കി തിരിച്ചു വരുന്നുണ്ടോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ സാധാരണ ഓട്ടും പുറത്ത് കൂടെയാണല്ലോ എലികൾ വരിക. ചെറിയ കുഞ്ഞെലികൾ ഉണ്ടല്ലോ, ഓല് ഓട്ടും പുറത്ത്. ഇവിടെ ഓടും പുറത്തൊന്നും എലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് നിലത്ത് കൂടെ എല്ലാ ആൾക്കാരേ ഉള്ളൂ. പെരിച്ചായി ചുണ്ടനുണ്ടല്ലോ, എന്നാൽ ചുണ്ടൊക്കെ നീച്ചിട്ടുള്ള ചുണ്ടനെലി, ഇത്തരം വന്യജീവികളൊക്കെയാണ് നമ്മളകത്ത് കൂടെ അങ്ങോട്ട് ഇല്ലത്. ചിലപ്പോൾ അകത്തുനിന്ന് അങ്ങനെ കാണലില്ല. പക്ഷേ ഓലിങ്ങനെ മഴ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആകെപ്പാടൊരു സ്വീപ്പാട്ടോ. ചിലപ്പം ഈ അടുക്കള നിറച്ച് മണ്ണേക്കാരം. ഈ രാവിലെ ആകുമ്പോഴേക്ക് അത് ക്ലീൻ ചെയ്യാൻ തന്നെ ഉള്ളൂ നേരം ഉണ്ടാകുക. അപ്പോൾ ഏതായാലും അതൊന്നും മണ്ണൊക്കെ അങ്ങോട്ട് തന്നെ തള്ളി നീക്കിയുടെ കല്ലൊക്കെ വെച്ചിട്ട് അടച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഇന്നാളെ പാമ്പ് വന്ന അവസ്ഥയിൽ തന്നെയുണ്ട്. കുറേ ദിവസമായി ഒരു സിമെൻറ്റ് വാങ്ങിക്കൊണ്ടിരി ഞാനത് അടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. മോളെ മൂപ്പർക്ക് ഇതുവരെ അങ്ങോട്ട് എത്താനായിട്ടില്ല. അപ്പോൾ അതങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ ഇതാക്കണേ നമ്മളെ പാത്രം കുടുക്ക എടുത്തുകിട്ടേ. അപ്പോൾ ഈ ഒരു മൺചട്ടിയൊക്കെ ഞാൻ എന്തിനു വാങ്ങിയത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നല്ല രസം കണ്ടിട്ടാണ് വാങ്ങിയതാണ്. അതിൽ ഞാനൊന്നും ഉണ്ടാക്കലില്ല, അടുപ്പത്ത് വരെ ഇത് വെച്ചിട്ടില്ല. പിന്നെ ഇതാക്കണ കണ്ണൻ്റെ അംഗൻവാടിക്ക് കൊണ്ടുപോയ തൂക്കുപാത്രം കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അതൊന്നും എടുക്കാത്ത കേട്ടോ. അപ്പോൾ ഇതാണ് കുറേ ആൾക്കാർക്ക് സംശയമില്ല കേട്ടോ. ഞങ്ങൾ കത്തിയോണ്ടാണ് എല്ലാം മറിച്ചിടുക. പപ്പടം കാച്ചലും മീൻ ഉണ്ടാക്കലും മീൻ മറിച്ചിടാനൊക്കെ നമ്മൾ കത്തിയാടുക. അതേമാതിരി അപ്പം ദോശയും കാര്യങ്ങളൊക്കെ മറിച്ചിടാനൊക്കെ നമ്മൾ കത്തിയാട്ടെടുക്കൽ. അതിങ്ങനെ എടുത്ത് അതങ്ങനെ തയമ്പിച്ച് പോയതാട്ടോ. അപ്പം നമുക്ക് ചട്ടുകൊക്കെ ഉണ്ട്, അതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം കത്തിയോണ്ട് മറിച്ചിടാൻ പാടില്ല എന്നൊക്കെ അറിയാൻ പാടില്ലാത്ത കേസൊന്നുമല്ല. പക്ഷെ അതങ്ങനെയാണ് സീലായി പോയതാണ് കേട്ടോ. പിന്നെ 3-4 ചട്ടുക ഇവിടെ ഉണ്ട്, എടുക്കണതൊക്കെ ആയിട്ട് 3-4 ചട്ടുക ഉണ്ട്. പിന്നെ അപ്പുറത്തെ ആ ഒരു ചുവന്ന പാത്രത്തിലാണ് നമ്മൾ അരി ഇട്ടെടുക്കുക. നമ്മളെ ചാക്കേരി ഉണ്ടല്ലോ, നമുക്ക് ചാക്കേരിയാണ് കേട്ടോ ഏറ്റവും നല്ല റേഷൻ കടയത്തെ അരിയൊക്കെയാണ് ഏറ്റവും തിന്നാൻ ഇഷ്ടപ്പെട്ടുന്നത്. അല്ല ഈ മട്ടരി ജയ കുറുവയൊന്നും നമുക്ക് വല്ലാതെ അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കാണെങ്കിലും മൂപ്പർക്കാണെങ്കിലും നമ്മളെ റേഷൻ പിടിയത്തെ അരിൻ്റെ പോലത്തെ അരി ഉണ്ടായാലും സുഖമുള്ളൂ തിന്നാനായിട്ടും പറയും. അപ്പോൾ ആ ഒരു ഭാഗം കൂടിയും ക്ലീൻ ചെയ്ത് വല്ലാതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. എന്നാലോ ഇടക്കും തലക്കും തട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാട്ടോ. ഒന്നാമത് ഈ ഒരു പെരിച്ചായിൻ്റെ ഒരു ശല്യം കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വേഗം ഇവിടെയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ വീതനം കൂടി തുടച്ചപ്പോഴാണ് ഓർത്തത് ഈ ചുമരും കൂടി എന്തായാലും വൃത്തിയാക്കട്ടെ എന്ന്. ഒരു പണി എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം. ഇന്നേം കൂടി എടുത്തോളിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ ഈ ചുമരുമ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഒട്ടിച്ചേക്കാണ്ട് നമ്മൾ മീഷോന്ന് ഫസ്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു വാൾ സ്റ്റിക്കർ.
അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തതാണ്. ഇതുവരെ കീറി പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ആ ഒരു ഗ്യാസ് വെക്കണ ആ ഒരു ഭാഗത്തുണ്ടല്ലോ നല്ല ചൂട് ഏൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ വെള്ളം തട്ടിയാലൊന്നും വലിയ വിഷയമല്ല. എന്താ ഈ ഒരു സൈഡൊക്കെ നല്ല പോലെ പൊളിഞ്ഞു പോകുന്നുണ്ട്. കുറേ ആയിട്ട് ഒരു രണ്ട് കൊല്ലം 2.5 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട് ഇത് പതിപ്പിച്ചിട്ട്. അപ്പോൾ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ പതിപ്പിക്കുന്നത്. അപ്പോൾ തുടച്ചെടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിലത്ത് ഏതായാലും ഇട്ടിട്ടില്ല, ചുമരുമിടുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ, അടുക്കളയൊക്കെ നല്ല പോലെ വൃത്തി ഉണ്ടാവും ഈ ഒരു ഷീറ്റൊക്കെ കൊണ്ട് ഒട്ടിച്ചാൽ. പെയിൻ്റ് അടീൻ്റെ ആ ഒരു ലാഭം ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ അന്ന് ഇതാക്കണ ഒരു 3-4 റോൾ അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ. ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, ബ്രൗൺ കളർ ചെയ്യുന്ന വാങ്ങിയിരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അന്ന് കാണാനായിട്ട്. പിന്നെ ഇതാക്കണ കുറേ കാലം ചെല്ലും തോറും എന്തും കേട് വരുമല്ലോ അല്ലേ, കുറേ കാലം ചെല്ലും തോറും എന്തും കേട് വരും. അപ്പോൾ ഇതാക്കണ ആ ഒരു വാതിൽ ആ കൈ വെക്കണ ആ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ പൊളിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ. അല്ലാത്തോടൊക്കെ ഒന്നും പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് വെച്ചോടൊക്കെ നല്ല പൊളിഞ്ഞ് പോരുന്നുണ്ട് ആ ചൂടായിട്ട്. പക്ഷെ വെള്ളം തട്ടിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു പൊട്ടിൻ്റെ വശ പോലത്തെ വശയാണല്ലോ, പക്ഷെ അതൊന്നും നല്ല ഇളകി പോരണമൊന്നുമില്ല. ഏറ്റവും നല്ലതാണ് കേട്ടോ അത് വാങ്ങാനായിട്ട്. അപ്പോൾ ഇതാകണം ഇത് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചാട്ടോ, മീഷോന്ന് അങ്ങനെ വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് അങ്ങനെ ഒട്ടിച്ചാണ്. അപ്പോൾ ഈ രണ്ടും 2 കളറാകാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഒട്ടിച്ചിട്ട് പരീക്ഷണാർത്ഥം ഞാൻ ഒട്ടിച്ചതാണ് അത്. അപ്പോൾ അതിൽ ക്ലിക്കായാലേ പിന്നെ ഒന്ന് അതേപോലത്തെ ഒന്ന് ഓർഡർ ചെയ്തപ്പോൾ വന്നത് മാറിപ്പോയതാട്ടോ. പിന്നെ റിട്ടേൺ കൊടുക്കാൻ എനിക്ക് അറിയില്ലേത്. അപ്പോൾ അതായത് ഞാൻ അങ്ങനെ ഒട്ടിച്ചു. അങ്ങനെ ഇതാക്കണം ആ ഒരു പരിപാടിയാണ് കഴിഞ്ഞിട്ട് അടുക്കളയത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞ്. അപ്പം നമ്മൾ ആ ഒരു മറ്റേ ഭാഗത്ത് കൂടെ പോയിട്ടില്ല. ഏത് ഭാഗം ചോദിച്ചാൽ ഇപ്പോൾ കുപ്പി പാത്രം ആ ഒരു ഭാഗത്ത് കൂടെ പോയിട്ടില്ല. അവിടെ ഇനിയും ക്ലീൻ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ആ അടിഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് ആ കുപ്പിയും പാത്രത്തിൽ ഞാൻ വല്ലാതെ പോകാത്ത എന്താ ചോദിച്ചാൽ അടിയിൽ കൂടെ ആ പെരിച്ചായി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പെരിച്ചായിൻ്റെ കഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ കയ്യുമ്മലാക്കിയാണ് കുപ്പിയൊക്കെ തുറന്ന് ഭയങ്കര ഇടങ്ങാറാണല്ലോ. അപ്പോൾ നേരിട്ട് ഞാൻ കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെക്കാനായിട്ട്. അപ്പം അതാ അലക്കാനായിട്ട് വല്ലാതെ ഉണ്ടില്ല, എന്നാലും കുറച്ച് തോരണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നുള്ളി പൊറുക്കി വരുമ്പോൾ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇതാകണം കണ്ണൻ ഗ്രൗണ്ടിലൊക്കെ പോയി വന്ന് 2 ആറാട്ടൊക്കെ ആടി വരുമ്പോഴത്തിന് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ട്രൗസറിലും ബനിയനിലായിട്ട് ഇഷ്ടം പോലെ ചളി ഉണ്ടാവും. അതൊക്കെ മനസ്സൊഴിഞ്ഞ സമാധാനത്തോടെ അങ്ങോട്ട് തിരുമ്പണമെങ്കിൽ നമ്മൾ പുഴയ്ക്ക് തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം മുക്കി കൊണ്ടുവരിക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് പുഴയിൽ പോയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടോ. ആക്കം പോലെ തിരുമ്പി കുളിച്ച് നല്ല പോലെ ഉരച്ച് കീറോളം വരാണ്ട് ഉരക്കൂട്ടോ അതൊക്കെ. അപ്പോൾ അത് ഉരച്ച് തിരുമ്പിയൊക്കെ പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അങ്ങോട്ട് മണ്ടണത് പുഴയ്ക്ക്. ഇവിടുന്ന് ആകുമ്പോൾ ഈ ഒരു ഇണ്ടിടുക്കിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരുമ്പണുണ്ടോ. നമുക്ക് വല്ലാതെ അങ്ങനെ സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, തിരുമ്പാകൽ ഉണ്ടാക്കാനോ അല്ലാതെ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും വല്ലാതെ അങ്ങോട്ട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു 5 സെൻറ്റ് കിട്ടിയ തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടണത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥ അങ്ങനെയാണ്, നമ്മൾ ആ കെട്ടിച്ച് കഴിഞ്ഞിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഇതെങ്കിൽ ഇത് എന്ന് വിചാരിച്ചാണ്ട് നമ്മളെ കയ്യിലില്ല ഒക്കെ ഇറ്റും പൊറുക്കിയിട്ടാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. അന്ന് വാങ്ങിയപ്പോൾ ഇതാക്കണം 5 സെൻറ്റ് എന്നുള്ളത് ഒരു 10 സെൻറ്റിൻ്റെ ഒരു മേനി തന്നെയായിരുന്നു കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 മാസമായിട്ടേന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു പണ്ടങ്ങൾ വലിയ പണ്ടങ്ങളൊന്നും അന്നത്തെ കാലത്തൊന്നും ഉണ്ടാവില്ലല്ലോ. 5 പവന കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടേന്നുള്ളൂ. അപ്പോൾ അത് അന്ന് ആ ഒരു 2 മാസം കൂടി ഇടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കൊടുക്കാണ്ട് പറഞ്ഞപ്പോൾ നമ്മളിതാ വിറ്റും പൊറുക്കിയൊക്കെ ഇല്ലത് നുള്ളിപ്പൊറുക്കി ഇട്ടിട്ടാണ് ഈ ഒരു നമ്മൾ സ്ഥലം വാങ്ങിയത് കേട്ടോ. നമുക്ക് വീട് വെക്കണമല്ലോ, കാരണം അത്രയും ഒരു ഇടങ്ങേറിയുന്നുണ്ട്. ആ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഭയങ്കര ഇടങ്ങേറില്ലേന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കാതിലും കൗത്തിലൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ പണ്ടൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു സമാധാനം ഇല്ലാതെ. അപ്പോൾ ആ ഒരു ഇടക്കുണ്ട് അതൊക്കെ വിറ്റിപ്പൊറുക്കിയിട്ട് അങ്ങോട്ട് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര ഇടങ്ങേറായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ആലോചിക്കുമ്പം അതൊരു നല്ല കാര്യത്തിനാണല്ലോ ഇന്ന് പെടുന്നത്. അപ്പോൾ ഒരു ചീത്ത കാര്യത്തിനല്ല, അല്ലാതെ അവിടെ വിറ്റും തുളക്കണത് വേറൊരു ചീത്ത കാര്യത്തിനല്ലല്ലോ. നമുക്ക് ഇതാക്കണ ഒരു നിൽക്കാനൊരു സമാധാനത്തോടെ കൂടി നിൽക്കാൻ ഇതാക്കണ ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങാനാണല്ലോ എന്നൊരു സമാധാനത്തിലാണ് ഓല് പിന്നെ ഓലിപ്പോൾ പറഞ്ഞ് സമ്മതിപ്പിച്ചൊക്കെ ശരിയാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം വാങ്ങിയത് എന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഥ ഉണ്ടാവുമല്ലോ പറയാനല്ല, കഷ്ടപ്പാടിൻ്റെയും കാര്യങ്ങളൊക്കെ അങ്ങനെ മറക്കാതെ കേട്ടോ. അതൊക്കെ ഒന്നും മറക്കരുത്. അത് മറന്നിട്ട് തല മറന്നിട്ട് എണ്ണ തേക്കരുത് എന്നും പറഞ്ഞായിരിക്കും. അതൊന്നും മറന്നിട്ടില്ല ഒരു കളിയൊന്നും വേണ്ട കേട്ടോ. കഷ്ടപ്പാട് അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കട്ടെ. പിന്നെ ഈ ഒരു കഷ്ടപ്പാട് കൂടെയാണ് നമ്മൾ നടന്നു വന്നത് എന്നില്ല എപ്പോഴും ഓർമ്മയിൽ വേണം കേട്ടോ.
അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞ് ഇതാക്കണ കാട് കയറിയെന്ന് തോന്നണില്ല. നമുക്ക് അങ്ങനെയാണ്, റൂട്ട് തെറ്റിയൊരു കളിയാണ് നമ്മൾ കളിക്കൽ. അപ്പോൾ ആ റൂട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരുമ്പലും കൂലിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണം, ചോറിന് വേഗം വെള്ളം വെച്ചിട്ടോ. നേരം പറയുകയാണെങ്കിൽ കുറേ നേരം അയക്കണ്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് മണ്ടി കൂടി അങ്ങോട്ട് വന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒരു താത്താരെ മാക്സി ഇതാക്കണം ഉച്ചയാകുമ്പോഴത്തേന് കൊടുക്കണം എന്ന് ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞിട്ടതാണ് കേട്ടോ. ആ താത്ത എങ്ങാനും വരികയാണെങ്കിൽ നമ്മളോട് ഒരു വിശ്വാസത്തിലാണല്ലോ ഓരോക്കെ സാധനം തരുന്നത്. അപ്പോൾ അതാക്കണം ഇന്നും അടിക്കാൻ ഓർമ്മയില്ലായിരുന്നു കേട്ടോ. പറ്റങ്ങോട്ട് മറന്നുപോയി കാരണം പറ്റങ്ങോട്ട് മറന്നുപോയി. മെഷീൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോഴാണ് ഓർമ്മ വന്ന്. അങ്ങനെ ചോറിന് വേഗം വെള്ളം വെച്ചാണ് ഇതുമ്മക്ക് വണ്ടി കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങാനും താത്ത വന്നാൽ മടക്കി അയക്കേണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ എന്തെടുത്തിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അതൊന്ന് അടിച്ചിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിങ്ങനെ നിന്നും. അതിപ്പോൾ വേഗം ഒന്ന് അടിക്കേട്ടെ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ സൂചിയും പൊട്ടി. എന്ത് കഷ്ടകാലം വരുമ്പോൾ അങ്ങനെയാണ്, മൊത്തത്തിൽ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ സൂചിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണ്ണയൊക്കെ കൊടുത്ത് വേഗം അതങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാക്സി ചെയ്യുന്നു. അതങ്ങോട്ട് സൂപ്പറാക്കി ഇങ്ങോട്ട് അടിച്ചു കിട്ടും. നീ സൂപ്പറാടാന്ന് പറഞ്ഞിരിക്കുന്നത് സൂപ്പറാക്കി അങ്ങോട്ട് അടിച്ചു കിട്ടും. ബിറ്റായിരുന്നു കേട്ടോ. അത് ബിറ്റാകുമ്പോൾ വേണ്ടിട്ട് അടിക്കാനായിട്ട്. റെഡിമെയ്ഡ് ആകുമ്പോഴാണ് എനിക്ക് ഭയങ്കര പാടുണ്ടാകുക കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ അത് വെട്ടലും ചുരുക്കലുമായിട്ട് ഇഷ്ടംപോലെ പണിയെടുക്കണം. ഒരു മാക്സി വെട്ടി അടിക്കുന്ന ഒരു പണി തന്നെ നമ്മൾ റെഡിമെയ്ഡുമ്പോൾ എടുക്കണം കേട്ടോ. കൈത്തകല ഉണ്ടാവില്ല, കയ്യിറക്കം ഉണ്ടാവില്ല, അവിടെ കുറവേക്കാരം ഇവിടെ കുറവേക്കാരം എന്ന് പറഞ്ഞായിരിക്കേക്കാരം. നമ്മൾ ആ പാകത്തൊരളവിന് ഒരു സാധനം അങ്ങോട്ട് കിട്ടൂലല്ലേ. അപ്പോൾ എവിടെയെങ്കിലും കൂട്ടാനും കുറക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് എടുത്താണ്ട് അങ്ങനെ അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു താത്ത കുറച്ച് തടി മണ്ണൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഷേപ്പാക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിച്ചിതാക്കണ്ട് കവറിലാക്കി സെറ്റാക്കിയാണ് വെച്ച് ഇനിയിപ്പോൾ വേഗം ചോറിന് വെക്കട്ടെ എന്ന് വിചാരിച്ച് വെള്ളം വെച്ച് പോയതേന്ന് അത് തിളച്ച് തീയൊക്കെ പാടെ കെട്ട് പോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് ഇതാക്കണ ഒന്ന് കത്തിച്ചെടുക്കട്ടെ തീ, എന്നിട്ട് വേണം ചോറ് വെക്കാനായിട്ട്. മാക്സി ഇതാക്കണം ഇന്നലെ ഞാൻ തന്നെ വെട്ടൽ കഴിഞ്ഞുകൊണ്ട്, അതിൻ്റെ വെട്ടലാണല്ലോ അതിൻ്റെ മെയിൻ. അപ്പോൾ അതും കഴിഞ്ഞുകൊണ്ട് തന്നെ അതിങ്ങനെ മറന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആ താത്ത വരികയാണെങ്കിലും എപ്പോഴും ആണെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാമല്ലേ. നമ്മളൊരു വിശ്വാസത്തിൽ തരുമ്പം അത് ഓൽക്കും തന്നെ അവർ വിശ്വാസം നഷ്ടപ്പെടുത്തരുതല്ലോ. അപ്പോൾ അതങ്ങനെ അടിച്ചു വെച്ച് ഒരു സമാധാനം കേട്ടോ. എന്ത് കുടിച്ചിട്ട് ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലും പാടില്ല, അതങ്ങനെ ഒരു സമാധാനമായി. അങ്ങനെ ചോറിന് ഇതാക്കണം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് തുണി ഉണക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ തുണി ഉണക്കണതിൻ്റെ മുന്നേ ഇതാക്കണം വണ്ടി കൂടി നമ്മളത് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ തുണി വേഗം ഒന്ന് ഉണക്കിയിടട്ടെ. അപ്പോൾ അതിന് വെയിൽ നല്ല പോലെ ഉച്ചയിലെത്തിക്കുന്നുണ്ട്. ഒരു 11:30-11:45 ആയിക്കുന്നുണ്ട് നേരം. സത്യം പറയുകയാണെങ്കിൽ ഇതാ കുട്ടികൾ പോയിട്ട് വേണം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നിരുന്നു. അപ്പോൾ ഇതിന് ഇതാക്കള് വേറെ എന്തൊക്കെയോ പണിയിലായിട്ട് നമ്മളങ്ങനെ പെട്ടല്ലോ. നമ്മൾ അടുക്കള വൃത്തിയാക്കലും കാര്യങ്ങളും അടിച്ചു വാരലും പെരിച്ചായനെ വണ്ടിക്കലും ഒക്കെ പാടായിട്ട് അങ്ങോട്ട് വിട്ടുപോയിട്ടോ. നമ്മൾ ആ ഒരു ചായ കുടിക്കുന്ന നേരത്തെ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പൈപ്പ് വരുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ഡിമാൻഡ് ആയിക്കാരം നമ്മളെ പൈപ്പിന്. അപ്പോൾ ഭയങ്കര ഡിമാൻഡ് കാട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ വെള്ളം കുടിച്ച് പോകുക എന്നല്ലാതെ ഒന്ന് ചായ ഇരുന്നൊന്നും കുടിച്ചിട്ട് സമാധാനത്തോടെ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുടിച്ച് പോയാരത്തൊക്കെ പയിച്ചതാ രണ്ടാമത് തീറ്റയൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എങ്ങനെയാണ്, ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കില്ലേ എപ്പോഴും തീറ്റയാന്ന്. അപ്പം ചിലപ്പോൾ എങ്ങനെയാണ് കേട്ടോ, തിന്നാൻ തന്നെ മറന്നു പോണ ദിവസങ്ങൾ ഉണ്ടാകലുണ്ട്. പയിച്ചിട്ട് വിറക്കുണ്ട്, അയ്യോ. അത് പിന്നെ ഒരു സത്യമായ കാര്യം കേട്ടോ. പിന്നെ ഇങ്ങനെ പൈച്ച് ആകപ്പാട് ആ പൈപ്പ് കെട്ട് പോകുമല്ലോ. പിന്നെ ഭയങ്കര പൈപ്പായി പോയിട്ട് നേരം നോക്കുകയാണെങ്കിൽ 12 മണിയാണ്. ഇപ്പോഴാണ് രാവിലത്തെ ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടായത് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 എടുത്തിട്ട് തിന്നട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചോറ് തിന്നാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തൊന്നും ചോറും വേണ്ടി വരില്ല. കാരണം ഈ ഒരു ചോറിൻ്റെ നേരത്താണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നല്ലതല്ല എന്നറിയാം. പക്ഷെ നമുക്ക് ആ പണി വന്നിട്ട് തലക്ക് പിടിച്ചാൽ പിന്നെ ഉണ്ടല്ലോ അതാണ് തീർത്തിട്ട് വേണം ചായ കുടിക്കുക എന്നുള്ളൊരവസ്ഥയ്ക്കാരം. അങ്ങനെ TV ഒക്കെ വെച്ച് ഞാക്കം പോലെ സമാധാനത്തിലൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അരി വെന്തുക്കണോ നോക്കിയപ്പോൾ അരി അങ്ങോട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചെറുപയറുണ്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അപ്പോൾ വേഗം ഉണ്ടല്ലോ. അപ്പോൾ ചെറുപയർ കറി വെക്കാം. അപ്പോൾ ചോറ് ഊറ്റാലോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഒരു ചായയുടിയും കൂടി കഴിഞ്ഞൊരു സമാധാനം ഉണ്ട്. ചോറ് വേഗണതിൻ്റെ മുന്നേ ഇതാക്കണം ഈ ഒരു ചായയുടി ഒന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ച്. ഇനി നമ്മളിതാ ചായ കുടിക്കാതെ നിൽക്കുകയാണെങ്കിൽ ബോധം കെട്ട് വിൽക്കൂട്ടെ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇതാക്കണ ചോറ് ഊറ്റാനൊന്നും ആളുണ്ടാവില്ല. അങ്ങനെ നമ്മളെ ചായയുടിയും കഴിഞ്ഞ് ഒരു സമാധാനത്തോട് വലിയൊരു ദീർഘനിശ്വാസം വിട്ട് കഴിഞ്ഞേരാണ് ഇത് അങ്ങോട്ട് വന്ന അടുക്കളയ്ക്ക്. പിന്നെ ഇനി വേഗം ഒന്ന് ആ ഒരു ചെറുപയർ അടുപ്പത്ത് വെച്ചാൽ വേഗം ചോറ് ഊറ്റട്ടെ എന്ന് വിചാരിച്ച് വെള്ളം പറഞ്ഞിട്ട് അങ്ങനെ ഊറ്റുകയാണ് കേട്ടോ ചോറ്. അപ്പോൾ ഈ ചോറ് ഊറ്റിന് കണ്ടപ്പോൾ ഇന്നാൾ വന്നൊരു കമൻറ്റ് ഓർമ്മ എന്താ വെച്ചാൽ
കൊട്ടക്കൈയിലിട്ട് ഊറ്റുമ്പോൾ എന്തോ ഒരു ടൈമാണ് അവിടെ വേസ്റ്റ് ആകണത്. അത് വാർത്താൽ മതിയെന്നല്ല, എന്നാൽ വേഗം ഉണ്ടല്ലോ, ആ ഒരു പണി വേഗം ഉണ്ടല്ലോ എന്നിങ്ങനെ കമൻറ്റ് ഇട്ടുന്നു കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ചോറ് വാർക്കാൻ അറിയില്ല കേട്ടോ. വാർക്കാൻ അറിയില്ല എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ വാർത്ത നോക്കിയിട്ടില്ല. വാർത്ത ചിലപ്പോൾ കയ്യുമ്പോൾ കൂടെ കേൾക്കാറും, ചിലപ്പം കഞ്ഞിവെള്ളം ചോറൊക്കെ പാടം തട്ടി ചിന്താ പേടിച്ചാണ്ട് വാർക്കലില്ല കേട്ടോ. അപ്പോൾ വാർക്കണ പാത്രമൊക്കെ ഞാൻ കണ്ടിരിക്കണം, ഒരു കോളാമ്പി പോലത്തെ പാത്രമല്ലേ, അതൊക്കെ ഞാൻ കണ്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എനിക്കൊരു ധൈര്യമില്ല കേട്ടോ. ഇങ്ങനെ ചോറിങ്ങനെ ഊറ്റി പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നമ്മളിങ്ങനെ ഓരോരോ കയ്യിലിങ്ങനെ ഇട്ട് ഊറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ചോറ് വാർക്കലിൻ്റെ കഥ. പിന്നെ ഇതാക്കണ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കി, തക്കാളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി. നല്ല ഉഷാറായതിൻ്റെ ഒരു കറി കേട്ടോ, പണ്ടത്തെ ഒരു കറിയാണത്. പിന്നെ ഞാൻ ഇതാക്കണ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ തക്കാളി ഇതിലില്ലായിരുന്നു കേട്ടോ. തക്കാളി അകപ്പാടെ ഒന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ കറി കൂട്ട്. ഇനിയിപ്പോൾ തക്കാളി ഒന്നും ഇല്ലാത്തൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ആയിട്ടല്ല, വരട്ടി വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചിക്കൻ എടുത്ത് ഞാൻ ചോദിച്ചാൽ ഇപ്പം പോയി വാങ്ങിക്കൊണ്ടൊന്നല്ല കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഇതാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഇന്ന് ഇതാക്കണ ഒരു ഓരി എടുത്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കണ ഒരു ശീലം ഇതുവരെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളി കേട്ടോ. എല്ലാതും കിട്ടിയ പാടിയ ഒക്കെ പാടുണ്ടാക്കിയാണ്ട് ഇങ്ങോട്ട് കോഴിക്കും പൂച്ചക്കും കാക്കും കൊടുക്കാതെ ഇതാക്കണ്. കുറച്ചൊക്കെ നമ്മൾ സേവ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഉണ്ടാകുള്ളൂ. നമ്മൾ ഇതാക്കണ എപ്പോഴും പീടിയേക്ക് പോയിട്ടുണ്ട്, എപ്പോഴും ഇത് കൊണ്ടി എന്ന് പറയുന്നതിന് ഭേദം കുറച്ചൊക്കെ ഇതാക്കണം സേവ് ചെയ്താണ്ട് വെക്കുക കേട്ടോ. കുറച്ചൊക്കെ ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ഇറച്ചി മീനൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചാണ്ട് അങ്ങനെ കുറച്ചിച്ച് എടുക്കുകയാണെങ്കിൽ രസമായിക്കാരം. പക്ഷേ ഇറച്ചി അത്ര വലിയ രസമൊന്നുമില്ല. ഒരു 3-4 ദിവസത്തിൻ്റെ അപ്പുറം പോയാൽ മീനും ഇറച്ചിയൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ രസമല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ മുന്നേ ഒരു ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോൾ രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇടക്കും തലക്കൊക്കെ പൊരിച്ചൊക്കെ കൊടുക്കാനായിട്ടൊക്കെ രസമാണ്. അങ്ങനെ അതിൻ്റെ ഒരു ചെറുപയറിൻ്റെ ആ ഒരു കറിയും ചോറ് ഊറ്റലും അങ്ങനെ അടുക്കളയത്തെ ആ ഒരു വിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ ഇതാക്കണം വറവൊന്ന് അടുപ്പത്തും കൂടി വെച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോയിട്ട് ഒരു കയ്യിനും കാലിനും ഒഴിവില്ലാത്തൊരു ദിവസം തന്നെയാണ്. പുറത്ത് നോക്കിയപ്പം നല്ല കട്ട വെയിലാണ്. അപ്പോൾ ഇമാതിരി വീഡിയോ ഒക്കെ ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലിട്ടോ. ബൈ ബൈ.